ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ക്ലാസിക്സ് ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ 6ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതോടൊപ്പം തന്നെ സോഷ്യൽ സയൻസിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണ്? കോളം എയും കോളം ബിയും തന്നിട്ടുണ്ട്. മാച്ച് ദ കറക്റ്റ് പെയറാണ്. ഓക്കെ, ഇവിടെ 3/5 9/10 3/4 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഡിനോമിനേറ്റേഴ്സ് എല്ലാം 20 ആണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. ഡിനോമിനേറ്റർ 20ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, ആദ്യം നമുക്ക് 3/5 തന്നെ എടുക്കാം. 3/5 ഈ 5നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 20 കിട്ടുക? 4 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 20 കിട്ടുക. 5 × 4 20. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെയും എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 4 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 12 കിട്ടും. അപ്പോൾ 3/5ന് മാച്ച് ആവുക ആരാണ്? 12 20/20 ആണ്. അതായത് A2 എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധയിൽ വെക്കുക. നെക്സ്റ്റ് 9/10 ആണ്. 9/10 നമുക്ക് 20 ആണ് ആവേണ്ടത്. അപ്പം 10നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 20 ആവുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 20 ആവുക. അപ്പോൾ നമ്മൾ 9നെയും എന്തുകൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ശരിയായ ഉത്തരം കിട്ടില്ല. അപ്പോൾ 18 കിട്ടി. അപ്പോൾ 18/20 9/10. അപ്പം B1. അപ്പം B1 എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. ഇത് B3 ആണ്. അപ്പോൾ ഇത് കറക്റ്റ് അല്ല. നെക്സ്റ്റ് 3/4 ആണ്. അത് നമ്മൾ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. 3/4 എന്ന് പറയുമ്പം 3/4ന് 20 കിട്ടണമെങ്കിൽ നമ്മൾ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 4 × 5 20. അപ്പം നമ്മൾ 3നെ എന്തുകൊണ്ട് ചെയ്യണം? 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 3 × 5 15/20. അതായത് ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ A2 B1 C3 ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 36/48 ആൻഡ് 63/81. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതാൻ എന്താ ചെയ്യേണ്ടത്? 36ൻ്റെയും 48ൻ്റെയും കോമൺ ആയിട്ടുള്ള ഡിവൈസർ ഏതാണ്? 12 ആണ്. അപ്പോൾ നമ്മൾ 36/12 എന്ന് എഴുതാം. 36ൽ 12 എത്ര ടൈംസ് പോവും? 3 ടൈംസ് ആണ് പോവുക. 48/2 അതും എത്രയാണ്? 4 ടൈംസ് ആണ് പോവുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 3/4. അപ്പോൾ ഇതിൻ്റെ 36/48ൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ് 3/4. ഇതല്ലെങ്കിൽ നമുക്ക് 12 ആണെന്നൊന്നും പെട്ടെന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 36/48. അപ്പോൾ നമുക്കറിയാം 2 ഏറ്റവും ചെറുത് 2 ആണ്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് 2നെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 36/2 എന്ന് പറഞ്ഞാൽ 36ൻ്റെ പകുതി ആണ് കാണേണ്ടത്. അപ്പോൾ 18. 48 എന്ന് പറയുമ്പോൾ 24. വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? 9/12 കിട്ടും. വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 ആണ് ഇവിടെ കോമൺ ആയിട്ട് പോവുക. അപ്പോൾ 9/3 3/4. അങ്ങനെയും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 63/81. അപ്പോൾ നമുക്കറിയാം 63/81 എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാം 9ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നല്ലേ. അപ്പോൾ 63/9 91/9. 63/9 എത്രയാണ്? 7 ആണ്. 81/9 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അപ്പോൾ സിംപ്ലസ്റ്റ് ഫോം എന്താണ്? 3/4ഉം 7/9 ആണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഇഫ് 30 liters of milk is poured equally into 8 identical containers, how many liters of milk will be in each container? Write your answer. അപ്പം മിൽക്ക് എത്രയാണ്? ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് 30 liters ആണ്. നമ്പർ ഓഫ് ബോട്ടിൽസ് എത്രയാണ്? 8 ആണ്. അപ്പോൾ ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഇൻ ഈച്ച് കണ്ടെയ്നർക്കാണ് നമ്മൾ എന്താ ചെയ്യുക? 30/8 അല്ലേ? 30/8 നമുക്ക് എന്താ ചെയ്യാം? അതിനെ സിംപ്ലിഫൈ ഫോമിലാക്കണം. 30/8
അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15/4 കിട്ടി അല്ലേ. ഈ 15/4നെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഫ്രാക്ഷൻ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? 15/4 എന്ന് പറയുമ്പം 15/4 ഇവിടെ ഡിനോമിനേറ്റർ എത്രയാണ്? 4 ആണ്. അപ്പോൾ 4/4 പ്ലസ് 4/4 പ്ലസ് 4/4 പ്ലസ്, അപ്പോൾ ഇവിടെ നോക്കൂ 4, 8, 12. ഇനി 15ൽ എത്രയുണ്ട് ബാക്കി? 15 മൈനസ് 12 നമുക്ക് 3 ബാക്കി. അപ്പോൾ പ്ലസ് 3/4 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 4/4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 4/4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 4/4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 3/4. 1, 2, 3. അപ്പോൾ 1 + 1 + 1 എന്ന് പറയുമ്പോൾ 3/4. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് ചെയ്യാം? 3/4 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. To find the amount of milk in each container, we divide the total volume by number of containers. അപ്പോൾ ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 30 liters. ബൈ നമ്പർ ഓഫ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 30/8 liters. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്തത് 2 കൊണ്ടാണ്. അപ്പോൾ നമുക്ക് 15/4 കിട്ടി. അതിനെ നമ്മൾ ഇങ്ങനെ ഈ ഒരു മിക്സഡ് ഫ്രാക്ഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. What are the measures of the sides of a rectangular swimming pool whose volume is 200 cubic meters? അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ സ്വിമ്മിംഗ് പൂളിൻ്റെ വോളിയം 200 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷേഴ്സ് എന്തായിരിക്കും? അതായത് ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഇതിലേതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും നമ്മൾ നോക്കണം 200 കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം 10 × 4 × 5 ചെയ്ത് നോക്കണം. 8 × 5 × 5 ചെയ്ത് നോക്കണം. 20 × 2 × 6 ചെയ്ത് നോക്കണം. 12 × 5 × 4 ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. 10 × 4 × 5 അതെന്ന് പറയുന്നത് 200 ആണ്. 8 × 5 × 4 40 × 5 എന്ന് പറയുന്നതും 200 ആണ്. 20 × 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 40. 40 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 40 × 6 എന്ന് പറയുമ്പോൾ 240 ആണ്. 12 × 5 എന്ന് പറയുന്നത് 12 × 60 ആണ്. 60 × 4 എന്ന് പറയുന്നത് 240 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഏതൊക്കെയാണ്? ഓപ്ഷൻ എയും ബിയും ആണ്. അപ്പോൾ നമുക്ക് കുറേ സ്റ്റേറ്റ്മെൻറ്റ് തരും. only 1 ഈസ് കറക്റ്റ്, only 2 ഈസ് കറക്റ്റ്, only 1 and 2 ഈസ് കറക്റ്റ്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്? only A and B ഈസ് കറക്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. എ റെക്ടാങ്കുലർ ബോക്സ് ഹാസ് എ വോളിയം ഓഫ് 72 cubic centimeter. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് ദ സൈഡ് ലെങ്ത് കുഡ് ബി ഡയമെൻഷൻ ഓഫ് ദ ബോക്സ്? ഇവിടെ 4 cm, 4 cm, 4 cm, 6 cm, 3 cm, 4 cm, 8 cm, 3 cm, 2 cm, 9 cm, 4 cm, 2 cm. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ ഇൻറ്റു ചെയ്തിട്ട് നമുക്ക് 72 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4 × 4 × 4. ഓക്കെ, 4 × 4 × 4 64 ആണ് കിട്ടുന്നത്. 6 × 3 × 4 72 ആണ് കിട്ടുന്നത്. 8 × 3 × 2 കിട്ടുന്നത് 48 ആണ്. 9 × 4 × 2 cm കിട്ടുന്നത് 72 ആണ്. അപ്പോൾ ഇതിൽ ബി ആൻഡ് ഡി കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷന് ബി ആൻഡ് ഡി കറക്റ്റാണ്. അപ്പോൾ നമ്മൾ അത് എഴുതി വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ സ്റ്റോറേജ് ടാങ്ക് ഓഫ് വാട്ടർ ഹാസ് ഇന്നർ ലെങ്ത് ഓഫ് 80 cm, വിഡ്ത്ത് 50 cm ആൻഡ് ഹൈറ്റ് ഓഫ് 60 cm. ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ് ക്യാൻ ദ ടാങ്ക് ഹോൾഡ് വെൻ കംപ്ലീറ്റ്ലി ഫുൾ? അപ്പോൾ നമുക്ക് ആ ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ് കണ്ടത്. അതിനെ നമ്മൾ എന്താ ചെയ്യാം? വോളിയം ഇൻറ്റു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 80 ആണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് 50 ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 8 × 5 40 40 8 × 5 40 40 × 6 240 ആണ്. പിന്നെ നമ്മൾ സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞത് ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലിറ്ററിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 240 ലിറ്റേഴ്സാണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ നോക്കുക, ലെങ്ത്ത് വിഡ്ത്ത് ഹൈറ്റ് തന്നിട്ടുണ്ട്. വോളിയൂം ഓഫ് ദ ടാങ്ക് കാണാൻ 8 × 50 × 60 കണ്ടു. അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടി. അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ദ വോളിയൂം ടു ലിറ്റേഴ്സ്. അപ്പോൾ നമ്മൾ 2,40,000 നമ്മൾ എന്ത് ചെയ്തു, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 240 ലിറ്റേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ ദ ടാങ്ക് ക്യാൻ ഹോൾഡ് 240 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വെൻ കംപ്ലീറ്റ്ലി ഫുള്ള്. ഇനി അതിൻ്റെ ഒരു സി പാർട്ട് ഉണ്ട്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ കുഡ് ബി ഇൻ ദ ടാങ്ക് ഇഫ് ഇറ്റ് വർ ഫിൽഡ് ടു ഹൈറ്റ് ഓഫ് 45 സെൻറ്റിമീറ്റർ. ഇനി അതിൻ്റെ ഹൈറ്റ് ഒന്ന് മാറ്റി. ഇവിടെ നേരത്തെ ഹൈറ്റ് 60 സെൻറ്റിമീറ്റർ എന്നായിരുന്നു, അത് 45 ആക്കിയിട്ടുണ്ടെങ്കിൽ എത്ര വെള്ളമാണ് കൊള്ളുകയെന്ന്, എത്ര ലിറ്റർ ഓഫ് വാട്ടറാണെന്ന് പറഞ്ഞത്. ഇവിടെയും ലിറ്ററാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇൻറ്റു ചെയ്തിട്ട് അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് വോളിയം എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും 80 × 50 അതൊക്കെ അതന്നെ, ലെങ്ത്തും വിഡ്ത്തും അതന്നെ. ഇവിടെ ചേഞ്ച് വന്നിരിക്കുന്നത് എന്താണ്, ഹൈറ്റിലാണ്. അപ്പം 45. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ. അതിനെ നമ്മൾ 1000 കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കത് ചെയ്ത് നോക്കാം. ടു ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വെൻ ദ ടാങ്ക് ഇസ് ഫിൽഡ് ടു ഹൈറ്റ് ഓഫ് 45 സെൻറ്റിമീറ്റർ വി യൂസ് ന്യൂ ഹൈറ്റ് ബൈ കീപ്പിംഗ് ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് സെയിം. അപ്പോൾ ലെങ്ത്തും വിഡ്ത്തും സെയിം ആണ്. നമുക്ക് ന്യൂ ഹൈറ്റ് ആണ് വേണ്ടത്. ന്യൂ ഹൈറ്റ് എന്ന് പറയുന്നത് 45 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ 8 × 50 × 45 ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്, 1,80,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ആ വോളിയത്തിനെ ലിറ്റേഴ്സിലേക്ക് ആക്കണം. അപ്പോൾ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 180 ലിറ്റേഴ്സ് കിട്ടി. അപ്പോൾ therefore 180 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വുഡ് ബി ഇൻ ദ ടാങ്ക് ഇഫ് ഇറ്റ് വർ ഫിൽഡ് ടു ഹൈറ്റ് ഓഫ് 45 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺസ് ഗിവൺ ബിലോ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് റീസണും ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, അനദർ ഫോം ഓഫ് 2/5 വിത്ത് 20 ഹാസ് ഡിനോമിനേറ്റർ ഈസ് 8/20. ഇപ്പം 2/5ൻ്റെ അനദർ ഫോം എന്ന് പറയുന്നത് 8/20 ആണ്. അതിന് റീസൺ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഫ്രാക്ഷൻ 2/5 ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 4 ടു ഗെറ്റ് 8/20. അപ്പോൾ ഫ്രാക്ഷൻ 2/5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്, അതുകൊണ്ടാണ് 8/20 കിട്ടിയത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കുക. 2/5 അതിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്ത 5 × 4 20. ഓക്കെ, 2 × 4 8. അപ്പോൾ ഇവിടെ ഈ റീസണും സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ ഇതിൻ്റെ റീസണും ശരി തന്നെയാണ്. നമ്മൾ 2/5നെ ഡിനോമിനേറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 4 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിനെയും 4 കൊണ്ട് ഇൻറ്റു ചെയ്തു. അതാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 8/20 കറക്റ്റാണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ ദോസ് ഗിവൺ ബിലോ. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് നോട്ട് കറക്റ്റ്. അത് തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ നോട്ട് കറക്റ്റ്. അതും തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ആൻഡ് ദ റീസൺ ഈസ് കറക്റ്റ്. അതും തെറ്റാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ റീസണും പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്, ഡി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് 2 forms of 1/2 and 1/5 have the same denominator. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന 1/2ൻ്റെയും 1/5ൻ്റെയും സെയിം ഡിനോമിനേറ്റർ വേണമെന്ന്. ഇതിന് രണ്ടും സെയിം ഡിനോമിനേറ്റർ വേണം. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, 1/2ൻ്റെയും 2ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിൾ ചെയ്താൽ അപ്പോൾ 2 4 6 8 10 വന്നു. ഇവിടെ 5 10 15. ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് 10 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്തിലേക്ക് മാറ്റും, 10ലേക്ക് കൺവേർട്ട് ചെയ്യാം. 2നെ 10ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2 × 5 10. അപ്പോൾ നമ്മൾ 1നെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 1/2ൻ്റെ എന്ത് കിട്ടി, 5/10 എന്ന് കിട്ടി. ഓക്കെ, ഇനി 1/5 ആണ്. അതിനെ നമ്മൾ 10ലേക്ക് കൺവേർട്ട് ചെയ്യണേ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 5 × 2 10. അപ്പോൾ നമ്മൾ 1നെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2/10. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്, 5/10ഉം എന്താണ് 2/10 ആണ്. സെയിം ഡിനോമിനേറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 75 kilograms ഓഫ് സാൻഡ് ഈസ് ബാഗ്ഡ് ഈക്വലി ഇൻ 6 bags. ഹൗ മെനി kilograms ഓഫ് സാൻഡ് വിൽ ബി ഇൻ ഈച്ച് ബാഗ്? അപ്പോൾ കിലോഗ്രാം വെയ്റ്റ് ഓഫ് സാൻഡ് എത്രയാണ്, 75 ആണ്. ബാഗ്സ്, നമ്പർ ഓഫ് ബാഗ്സ് 6 ആണ്. അപ്പോൾ kilograms ഓഫ് സാൻഡ് ഇൻ ഈച്ച് ബാഗ് എന്ന് കാണാൻ നമ്മൾ 75 / 6 ആണ് ചെയ്യേണ്ടത്. ഓക്കെ,
അപ്പോൾ ഇവിടെ കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 3 3 അപ്പോൾ 75നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 25 കിട്ടി. അതേപോലെ തന്നെ 16നെയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. അപ്പോൾ 25/2 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനെ നമ്മൾ മിക്സഡ് നമ്പറിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടാവും? 25 12 1/2 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ.